ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് എത്താം. മറ്റൊരു വാർത്തയിലേക്ക്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂളുകൾ സമരത്തിലേക്ക്. CITU, INTUC, BMS എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് സമരം. നാളെ മുതലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റുകൾ തടയുമെന്ന് സമരസമിതി അറിയിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് KG കമലേഷ് ചേരുന്നുണ്ട്. കമലേഷ്, എന്തൊക്കെ ആവശ്യങ്ങളാണ് ഈ തൊഴിലാളി സംഘടനകൾ ഉന്നയിക്കുന്നത്? ഡ്രൈവിംഗ് ടെസ്റ്റുകൾ തടയുമെന്ന് ഈ തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിക്കുമ്പോൾ ഏതു രീതിയിൽ ആയിരിക്കും സർക്കാരിന്റെ ഒരു പ്രതിരോധം? ലിപീഷ്, നാളെ ഉച്ച മുതലാണ് ഇവരുടെ സമരം ആരംഭിക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുള്ളത്. ഈ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് നേരത്തെ വരുത്തിയിട്ടുള്ള പരിഷ്കരണം മാറ്റും, ഇതിൽ ഭേദഗതികൾ ഉണ്ടാകുമെന്ന് നേരത്തെ മന്ത്രി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള ഉത്തരവും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ അടക്കം തടസ്സപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഇത് തടഞ്ഞുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക്, ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് ഈ ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഉടമകൾ രംഗത്ത് വരുന്നത് എന്നുള്ളതാണ്. ഇത് ഒരു സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിൽ CITU അതുപോലെ തന്നെ INTUC, അതായത് ഭരണകക്ഷിയായ CPM-ന്റെ അടക്കം സംഘടനകൾ, CITU അടക്കം ഇതിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇതിൽ CITU, INTUC, BMS എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഈ സമരം നടക്കുക. ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം നാളെ മുതലാണ് നിലവിൽ വരുന്നത്. ഇതിനോടനുബന്ധിച്ചാണ് നാളെ തൊട്ട് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് നീങ്ങാൻ ഈ ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഉടമകൾ ഇത്തരത്തിലൊരു സംയുക്ത സമരസമിതി രൂപീകരിച്ചുകൊണ്ട് ഒരു പ്രക്ഷോഭത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു സമരത്തിലേക്ക് നീങ്ങുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇതിൽ നാളെ മുതൽ നടക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റുകളെല്ലാം തന്നെ തടയും എന്നൊരു മുന്നറിയിപ്പാണ് ഈ സമരസമിതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ വന്നിട്ടുള്ളത്. അതോടൊപ്പം ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് RTAയുമായി ഈ നിലവിലെ സാഹചര്യത്തിൽ യാതൊരുവിധ സഹകരണത്തിനും തങ്ങൾ ഉണ്ടാകില്ല എന്ന ഒരു വിശദീകരണം കൂടി ഈ സംയുക്ത സമരസമിതിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. നേരത്തെ ഈ ഗതാഗത മന്ത്രി ഇത്തരത്തിലൊരു ഉത്തരവ് വന്നതിന് പിന്നാലെ ഇതിൽ ഭേദഗതികൾ ഉണ്ടാകും, ചില മാറ്റങ്ങൾ വരുത്തിയാകും ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുക എന്ന ഒരു കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. നേരത്തെ 50 ടെസ്റ്റുകൾ ഒരു ദിവസം എന്ന നിലയിലാണ് കണക്കുകൾ പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിനപ്പുറത്തേക്ക് കൂടുതൽ ടെസ്റ്റുകൾ ഒരു ദിവസം നടത്തുന്നതിനാവശ്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചുവെങ്കിൽ പോലും അത്തരത്തിൽ യാതൊരു വിധത്തിലുള്ള ഉത്തരവും ഇന്ന് വരെയും വന്നിട്ടില്ല. നാളെ മുതൽ ഈ പരിഷ്കരണം നിലവിൽ വരികയാണ്. ഈ സാഹചര്യത്തിലാണ് വലിയ ഒരു സമരത്തിലേക്ക് ഈ ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. നേരത്തെ തന്നെ ഇത്തരത്തിൽ ഇവരുടെ ഒരു എതിരഭിപ്രായം നേരത്തെ തന്നെ ഈ സംയുക്ത സമരസമിതി അറിയിച്ചിരുന്നു. എന്നാൽ ഇതിൽ ഗതാഗത മന്ത്രി അടക്കം കൃത്യമായ ഒരു നിലപാട് പറയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് ഈ ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഉടമകൾ ഒരു സംയുക്ത സമരസമിതി രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ലിപീഷ്, ശരി കമലേഷ്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ. സംയുക്ത സമരസമിതി രൂപീകരിച്ചാണ് അവർ നാളെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ തടയുന്ന രീതിയിലേക്കുള്ള പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നത്. വിവരങ്ങളാണ് കമലേഷ് തെക്കേക്കാട് തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.